ഏറ്റവും അവസാനം വന്ന് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെല്ലാവരും അനുഗ്രഹിച്ച് വിട്ടിട്ട് അവസാനം ഇവിടെ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് വരുന്നത്. നമ്മുടെ സമ്പത്ത് എന്താണ്? ക്യാഷറാണ് പുള്ളീനെ ഏൽപ്പിച്ചത് എന്ന് വെച്ച് സമ്പത്ത് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുണ്ട്. നമുക്കില്ലാത്തതാണ് ദാരിദ്ര്യം. നമുക്ക് ഇല്ലാത്തത് സമാധാനക്കുറവാണെങ്കിൽ അതാണ് ചോദിക്കേണ്ടത്. നമുക്ക് സമ്പത്ത് കടമാണുണ്ടെങ്കിൽ അത് ചോദിക്കണം. ആരോഗ്യമാണ് നമ്മുടെ രോഗമാണെങ്കിൽ അത് മാറാൻ വേണ്ടി ചോദിക്കണം. അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ 8 ലക്ഷ്മിമാരുണ്ട് പീഠത്തിൽ. പിന്നെ പ്ലസ് കുബേരലക്ഷ്മിയും കൂടി വെച്ചിട്ടാണ് ആ പീഠത്തിൽ പൂജ കഴിക്കുന്നത്. ഇവിടെ ഇരട്ട ഗണപതിയുള്ള ക്ഷേത്രമാണ്. ക്ഷിപ്ര ഗണപതിയും ലക്ഷ്മി വിനായകനുമാണ് ഇരിക്കുന്നത്. ഈ ഇരട്ട ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മുക്കുറ്റിയാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യുന്നത്. അത് പാർവതിയെ വിളിച്ചു വരുത്തിയിട്ടാണ് ചെയ്യണത്. ഇന്ന് വരെയുള്ള നമ്മുടെ തടസ്സങ്ങൾ അത് അന്ന് തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് കുബേരനെ നമ്മൾ കണ്ടിട്ട് ഐശ്വര്യത്തോടെ ആ ലക്ഷ്മിമാരെയൊക്കെ ഭരിച്ചിട്ട് നമ്മൾ നാണയം ഭഗവാന് നമ്മൾ ധനം തന്നെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ധനം കൊടുത്തിട്ട് നമുക്ക് വേണ്ട ധനം നമ്മൾ ചോദിക്കണം. അപ്പോൾ നമ്മൾ അവിടുന്ന് മന്ത്രം ജപിച്ചിട്ട് കുബേരൻ്റെ അംശം തന്നുവിടും. അതാണ് ഇവിടുത്തെ സമ്പ്രദായം. 108 ഗണപതി ഹോമത്തിന് ഫലമാണ് ഒരു മുക്കുറ്റി കഴിച്ചത്. മൂലമന്ത്രം എന്താണ്? ഏതിൻ്റെ? ഓം ക്രീം ക്രൈം ക്രോം ധനദോ ദേവത. അതാണ് വൈശ്രവണൻ്റെ. കുബേരൻ്റെയാണ് ഓം കുബേരായ നമുക്ക്. പിന്നെ മഹാകുബേരമന്ത്രം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതി ധനധാന്യ സമൃദ്ധിമേ ദേഹി തഥാവേസ്വ. ഇതാണ് മന്ത്രം. പവറാണ്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച് പറയണതാണ്. ബാക്കി എനിക്ക് പൂരിപ്പിക്കാം. ഞാനൊരു ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഇതാണ്. എനിക്കറിയാം. ഞാൻ യുവ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതായത് എത്ര ചോദിച്ചു വെറുതെ വന്ന് നമ്മൾ തൊഴിലിട്ട് പോയിട്ട് കാര്യമില്ല. അത് എനിക്കുള്ള എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ആർക്കും പലതും ഒന്നും അറിയില്ല. രാമായണം വീട്ടിൽ വെക്കും, ഭഗവത്ഗീത വീട്ടിൽ വെക്കും, മഹാഭാരതം വീട്ടിൽ വെക്കും. ഇതെന്താണ് ഇതിൻ്റെ കഥ ചിലർക്ക് പറയും, പക്ഷെ അല്ലാതെ ഇതിൻ്റെ തത്വം അറിയില്ല. രാമായണത്തിനൊരു തത്വമുണ്ട്, ആ തത്വം അറിയില്ല. ഇപ്പം നാളെ ശിവരാത്രിയുടെ തത്വം എന്താ? എല്ലാവരും വരുന്ന ഉറക്കം ഒഴിഞ്ഞിട്ട് അവിടെ പോയി കപ്പറിൽ നിന്നുകൊണ്ടിരുന്നാൽ എങ്ങനെങ്കിലും ഉറക്കം ഒഴിയാൽ അതൊക്കെ തൂങ്ങിയാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് നേരം എടുത്ത് പോയിട്ട് ഈ പകൽ ഉറങ്ങിയത് മൊത്തം അന്ന് ഉറങ്ങി തീർക്കും. ഇങ്ങനൊരു മിഥ്യാധാരണകളാണ് നമ്മുടെ അറിവ്. അതാണ് നമ്മൾ കുഴിഞ്ഞിനെ കിടക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ നോക്കിയിട്ട് നമുക്ക് അങ്ങനൊരു ഒരു പ്രധാനമന്ത്രി നമുക്ക് ആധ്യാത്മിക സ്പിരിച്വൽ വ്യക്തിയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് വല്ലാത്തൊരു പോക്ക്. പുള്ളി ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇതായിട്ട് മാറാൻ പോകും.